ദുബൈയിൽ ടാക്സി ഇനി പറക്കുന്ന കാറാണ്, ഡ്രോണാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടാവും. അവിടെ നിന്ന് ഇത് ഓപ്പറേഷൻ നമ്മൾ പോകേണ്ട സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സാധനം ലാൻഡ് ചെയ്യും. ഇവർ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻസ് എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൺവേയിൽ കൂടി തന്നെ പോണത്. ഇതാ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് ഇവിടെ ഇരിക്കുന്ന ആൾ, ഇത് കൺട്രോള് ഒക്കെ ഇതിലായിരിക്കും കേട്ടോ. ഇത് ഫ്യൂൽ എന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് നമ്മൾ സ്പോർട്സ് കാറൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഇതിൻ്റെ ഒരു സ്പോർട്സ് ഐറ്റാണ്. ഇതിന് 2 പേർക്ക് സഞ്ചരിക്കാം. നമ്മളെ ഫ്ലൈറ്റ് പോലെ തന്നെ ഫ്യൂൽ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുക. നമ്മളെ നാട്ടിലെ 1.5 കോടി റുപ്യ വരും അല്ലേ. ലിറ്റർ നമ്മൾ 95 ഒക്ടൈന് ഗ്യാസ് ഓയിലിന് അടിച്ചാൽ 100 കിലോമീറ്ററാണ് ഈ ഫ്ലൈറ്റിന് പറയുന്നത് കേട്ടോ. അവർ നമ്മളെ നാട്ടിലത്തെ ഒരു 80-85 ലക്ഷം രൂപക്ക് ഈ സാധനം സെയിലാണ്. 8 മീറ്റർ മുന്നേ ഇത് നമുക്ക് സിഗ്നൽ തരും. ഇതിന് റഡാർ, അതായത് നമ്മളെ റഡാറിൻ്റെ വർക്ക് തന്നെ. അതെ, ഇതിൻ്റെ പ്രത്യേകത നമ്മളിപ്പം സെർവറുകൾ വലിയ ഏരിയ വേണ്ടിയിരുന്നു സെർവറിന്. അത് കഴിഞ്ഞ് ഇപ്പം 2025 മുതൽ ഇനി അങ്ങോട്ടേക്ക് AI സെർവറാണ് വരുന്നത്. 1200 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ഹൈവേ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ചൈനയിൽ ഇതിന് റൂട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. കാറൊക്കെ വാങ്ങാൻ വരുന്ന മാതിരി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് നമുക്ക് ഡെലിവറി തരും. ഹായ്, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? അപ്പം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വേൾഡ് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ നിന്നാട്ടോ, ചൈനയിലെ വേൾഡ് ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ നിന്നാണ്. ഇടിവെട്ട് ടെക്നോളജീൻ്റെ ഏറ്റവും നിങ്ങളൊക്കെ ഞെട്ടാൻ പോകുന്ന ഒരു ടെക്നോളജീൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മളെ അടുത്ത 2025, 26, 27 ആകുമ്പോഴത്തേക്ക് നമ്മളെ യാത്രകളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. എല്ലാവരും കൂടെ ഉണ്ടാകുക. ഇടിവെട്ട് സംഗതിയാണ് കൂടെ കേട്ടോ. ചൈനയിലെ ഇലക്ട്രോണിക്സ് മാർക്കറ്റ് കേട്ടോ, വേൾഡ് ഇലക്ട്രോണിക്സ് മാർക്കറ്റിലാണ് നമ്മളുള്ളത്. ഇവരെന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ പുതിയൊരു ഷോറൂം ഇതിനു വേണ്ടി പുതിയതൊരു സ്ഥലത്ത്, നമ്മൾ നടന്നു പോകുന്ന സ്ഥലത്ത് ഉണ്ടാക്കിയതാട്ടോ ഗവൺമെൻറ്. എന്താ സംഭവം എന്നറിയോ? പുതിയൊരു ടെക്നോളജിയാണ്. നമ്മളെ ഡ്രോണ്, ഫ്ലൈറ്റ്, ഹെലികോപ്റ്റർ പോലുള്ളത് എല്ലാ സാധനങ്ങളും. ഇതിൽ ആദ്യമായിട്ട് ഞാൻ AI സെർവറാണ് ഇവിടെ ഉള്ളത്. പറയൂ. പുതിയ കാലത്ത് 2020 50 വരുന്ന പുതിയ സെർവറാണ്. സെർവർ എന്ന് പറയുമ്പോൾ നമുക്ക് വലുതായിട്ടല്ലേ കാണുന്നത്. ഇതിപ്പോൾ ചെറിയ മിനിയേച്ചർ ഇനി വരാൻ പോകുന്ന AI സെർവറാണ്. അതെ, ഗ്രാഫിക്സ് കാർഡുകളാണ്, അഡ്വാൻസ്ഡ് ഗ്രാഫിക്സ് കാർഡുകളാണ്. അതെ, ഇതിൻ്റെ പ്രത്യേകത നമ്മളിപ്പം സെർവറുകൾ വലിയ ഏരിയ വേണ്ടിയിരുന്നു സെർവറിന്. അത് കഴിഞ്ഞ് ഇപ്പം 2025 മുതൽ ഇനി അങ്ങോട്ടേക്ക് AI സെർവറാണ് വരുന്നത്. ഗ്രാഫിക്സിൻ്റെ, അതെ, 2050 വരെയുള്ള അപ്ഡേഷൻ്റെ സെർവറാണ് കേട്ടോ. അതായത് നമ്മൾ AI യൂസ് ചെയ്യുന്ന എല്ലാ സംഗതിക്കും ഈ സ്പേസുള്ള സെർവർ മതി ഇനി അങ്ങോട്ടേക്ക്. അതെ, സെർവറിൽ സേവിങ്ങിനൊക്കെ ഈ വലിയ ഏരിയ വേണ്ടിയിരുന്ന സംഗതികളൊക്കെ. മെഡിക്കൽ, ഫിനാൻസ്, ലിക്വിഡ് കൂളിംഗ്, സ്റ്റോറേജ്, സെർവർ, ചിപ്പ്, ഇതെല്ലാം ഈ മെഷീൻ. അതെ, എല്ലാം മെഷീൻ എന്നല്ല, ഈ സെർവറാണ്. അതെ, അത്രയും ഏറ്റവും ലേറ്റസ്റ്റ് AI അപ്ഡേഷൻ സെർവർ. വില വരുന്നതാണ് ഈ സാധനം, ഈ പ്രോസസ്സർ. ഇതൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ മുമ്പത്തേത് ആണെങ്കിൽ സെർവർ ആണെങ്കിൽ വലിയ യൂണിറ്റ് ആയിരിക്കും, വലിയ ഏരിയയിലേക്കുള്ള. പകരം ഇതിപ്പോൾ നേരെ വാങ്ങുക, നമ്മൾ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്ന രീതിയിലേക്കായി AI അപ്ഡേഷൻസും ഉണ്ട് കേട്ടോ. ഇനി അടുത്തൊരു സംഗതിയിലേക്കാട്ടോ നമ്മൾ വരുന്നത്. ഡ്രോണിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഈ മുകളിലുള്ളത് റഡാറാണ് കേട്ടോ. അതായത് നമ്മൾ എവിടെയെങ്കിലും ഇത് ഇടിക്കാൻ പോകുമ്പം ഇതിൻ്റെ ഇത് എത്ര മീറ്റർ മുന്നാണ് റഡാർ ഇൻഫോം ചെയ്യുക? 8 മീറ്റർ മുന്നേ ഇത് നമുക്ക് സിഗ്നൽ തരും. ഇതിന് റഡാർ, അതായത് നമ്മളെ റഡാറിൻ്റെ വർക്ക് തന്നെ. അപ്പോൾ നമ്മൾ വളരെ വില കുറവാണ് കേട്ടോ സംഗതികൾ. ഡ്രോണൊക്കെ ഇപ്പോൾ വില കുറഞ്ഞുകൊണ്ടിരിക്കുക, വളരെ വില കുറവ്. 2 ക്യാമറ എല്ലാം, ഡ്രോണിൻ്റെ എല്ലാ വർക്കും നടക്കുകയും ചെയ്യും. സംഭവം ഇതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ റഡാർ കൂടി അറ്റാച്ച് ചെയ്തിട്ട് കൊണ്ടാണ്. ഇതിപ്പോൾ ഈ നമ്മൾ പോയി തട്ടിയിട്ട് ഇതിൻ്റെ ചിറകുകളൊക്കെ മിസ്സാകുന്നതിനാണ് ഇപ്പം ഇതുപോലത്തെ സെക്യൂരിറ്റി സിസ്റ്റങ്ങളുള്ളതൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റി ആയിട്ട് അപ്പോൾ നമ്മൾ ഇത് പൊട്ടിപ്പോകാതെക്കാൻ വേണ്ടിയിട്ട് എവിടെയും പോയി തട്ടിയിട്ട് പൊട്ടാതിരിക്കാനുള്ളതാണ്. പക്ഷേ ഇത് റഡാർ ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഇതിപ്പോൾ ഒരു ടോയ് വന്നിട്ടുണ്ട് കേട്ടോ റഡാറിൽ. നമുക്ക് ടോയ് കുട്ടികളെ, ഇത് ടോയ് മാത്രമല്ല, നമുക്ക് ഫ്ലൈറ്റ് പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് എന്തിനാണ് അവർ വെച്ചതെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി, ഇത് എവിടെയും തട്ടി പൊട്ടാതിരിക്കുക. പക്ഷെ ആ ചെയ്തത് എന്തിൻ്റെ പേര്? ആ ഫ്ലൈറ്റിൻ്റെ ലുക്കിലാണ് ചെയ്തത്. ഇതിൻ്റെ വലുതും ഉണ്ട് ചെറുതും ഉണ്ട് കേട്ടോ.
ഇതൊക്കെയാണ് ഏറ്റവും ഇടിവെട്ട് പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുന്നത്. മാലിക് ഇങ്ങനെ നോക്കി അതിശയപ്പെടുകയാണ്. അതാ ക്യാമറ, ഇതാ കണ്ടില്ലേ? ഇതാ ക്യാമറ. ഇതിലാണ് ക്യാമറ ഉള്ളത്. ഇതിനകത്ത് ക്യാമറ ഇല്ല. ഇത് വാങ്ങിച്ചോട്ടോ വേണമെങ്കിൽ. ഇത് ക്യാമറ ഉള്ളതാണ്, ഇത് ക്യാമറ ഇല്ലാത്തതാണ് അത്. ഇനി അടുത്തത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന പുതിയ സാധനങ്ങൾ. ദുബൈയിൽ ടാക്സി ഇനി പറക്കുന്ന കാറാണ്, ഡ്രോണാണ് വരുന്നതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇഷ്ടംപോലെ ന്യൂസിലൊക്കെ പറയുന്നുണ്ട് ദുബൈയിൽ വരാൻ പോകുന്നത്. എന്നാൽ ചൈനയിൽ എന്താന്നുള്ളത് കണ്ടോളിട്ടോ. ചൈനയിൽ ഇത് വിൽക്കുന്ന ഷോറൂമാണ്. നമ്മൾ കാറൊക്കെ വാങ്ങാൻ വരുന്ന മാതിരി വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 6 മാസം കൊണ്ട് നമുക്ക് ഡെലിവറി തരും ഈ സാധനം. ഇത് 2 പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു സംഗതി കേട്ടോ. കണ്ടില്ല നിങ്ങൾ? 2 പേർക്ക്. ഓക്കെ, ഈ സാധനം ഇവർ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 6 മാസം കൊണ്ട് തരും. ഇതിൻ്റെ വില ഇവിടുത്തെ 12 ലക്ഷം. അതായത് നമ്മളെ നാട്ടിലെ 1.5 കോടി റുപ്യ വരും അല്ലേ? നാട്ടിലെ ഏകദേശം 1,40,00,000 രൂപയോളം നമുക്ക് ചിലവഴിച്ചാൽ, ഒരു വലിയ മുന്തിയ കാറിൻ്റെ പ്രൈസ് ചിലവഴിച്ചാൽ നമുക്ക് ഈ സാധനം കിട്ടും. 6 മാസം കൊണ്ട് ഡെലിവറി തരും. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെയാണ് ഓടിക്കാന്ന്. നിങ്ങൾ അറിഞ്ഞോളി. ഇപ്പം നമ്മൾ ഇതിന് റൂട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ 1200 മീറ്റർ ഹൈറ്റിൽ നമ്മൾ ഹൈവേ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ചൈനയിൽ ഇതിന് റൂട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ആ റൂട്ടിലേക്ക് ഓപ്പറേഷൻ എങ്ങനെയാണ് പോകുമെന്നറിയോ? നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഒരു അതിൻ്റെ ഒരു കേന്ദ്രത്തിൽ കൺട്രോൾ ചെയ്യില്ലേ, അതേമാതിരി ഒരു കേന്ദ്രം കൺട്രോൾ ചെയ്യുക. ഇത് ഓടിക്കേണ്ട ആവശ്യം നമ്മളില്ല. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അതിൽ കയറി ഇരുന്നാൽ മതി. അതിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നേരെ ഇതിൻ്റെ ഒരു സെൻറ്റർ ഉണ്ടാവും. അവിടെ നിന്ന് ഇത് ഓപ്പറേഷൻ നമ്മൾ പോകേണ്ട സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് സാധനം ലാൻഡ് ചെയ്യും. അതാണ് ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൻ്റെ. അപ്പോൾ ഇതിന് വരുന്നത് നമുക്ക് 1,30,00,000 40,00,000 അത്രത്തോളം വരും. നമ്മളിപ്പോൾ ബുക്ക് ചെയ്താൽ 6 മാസം കൊണ്ട് ഡെലിവറി കിട്ടും. ഇതിൻ്റെ അടുത്ത കൊല്ലത്തോട് കൂടിയിട്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. ഇപ്പം ഇവിടെ ചൈനക്കാർ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. അടുത്തത് ഇതാണ്. ഇത് നമ്മൾ സ്പോർട്സ് കാറൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലെ ഇതിൻ്റെ ഒരു സ്പോർട്സ് ഹൈറ്റാണ്. ഇത് 1800 മീറ്റർ ഹൈറ്റിലാണ് ഇതിൻ്റെ റൂട്ട്. മറ്റേത് 1200-ലാണ് അത് റൂട്ട് പോവുക സ്ട്രെയിറ്റ് ആയിട്ട്. ഇത് 1800 മീറ്റർ ഹൈറ്റിലാണ് ഇത് പോവുക. ഇത് ടാക്സി പോലെ നമ്മൾ റെൻറ്റിന് കൊടുക്കുന്ന സിസ്റ്റം അങ്ങനെ എന്തോ ആണ് ഇവർ പറഞ്ഞത്. ഇതിന് 7 ലക്ഷം RMB ഉള്ളൂ. 7 ലക്ഷം RMB എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ഒരു 80-85 ലക്ഷം രൂപക്ക് ഈ സാധനം സെയിലാണ്. ചൈനയിൽ ഇതിന് വേണ്ടിയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം 1800-ലും 1200-ലും ഇതിന് റൂട്ട് സെറ്റ് ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞത്. ഏറ്റവും ലാസ്റ്റ് കൺട്രോളിങ്ങൾ എന്താ സംഭവം? നമ്മളെ ചെറിയ ഫ്ലൈറ്റാണ്. ഇവർ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടീഷൻസ് എന്താ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൺവേയിൽ കൂടി തന്നെ പോണത്. ഇത് മറ്റേതുപോലെ ഡ്രോൺ പോലെ നമുക്ക് പൊന്താൻ കഴിയില്ല. ഒരു സ്ഥലത്ത് എത്തി അവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല. ഇത് നമ്മൾ റൺവേയിലൂടെ പോകണം. ചെറിയ ഏരിയ മതി, എത്രയോ മീറ്ററുകൾ മതി. ഇതിന് 2 പേർക്ക് സഞ്ചരിക്കാം. നമ്മളെ ഫ്ലൈറ്റ് പോലെ തന്നെ ഫ്യൂവൽ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുക. അപ്പോൾ ഇതും ഇതേപോലെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ നമ്മൾ എയർപോർട്ട് റൺവേ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ റൺവേ പ്രൈവറ്റ് സെക്ടർ ഇതിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 2030 ആകുമ്പോഴേക്ക് ഇതുപോലെ ഫ്ലൈറ്റുകളും ഡ്രോണുകളൊക്കെ ചൈനയിൽ സഞ്ചരിക്കും എന്നതാണ് ഇവർ പറയുന്ന സിസ്റ്റം. ഇതിൽ കണ്ടില്ല നിങ്ങൾ 100 കിലോമീറ്റർ, 8 ലിറ്ററിന് 100 കിലോമീറ്റർ. അങ്ങനെയാണ് വരുന്നത്. ഇതിൽ എഴുതി വെച്ചത് അങ്ങനെയാണ്. 8 ലിറ്റർ നമ്മൾ 95 ഒക്ടൈന് ഗ്യാസ് ഓയിലിന് അടിച്ചാൽ 100 കിലോമീറ്ററാണ് ഈ ഫ്ലൈറ്റിന് പറയുന്നത് കേട്ടോ അവർ. അപ്പോൾ പ്രൈവറ്റ് ജെറ്റ് എടുക്കാം. ഇതിൻ്റെ വില ഇവിടുത്തെ 18 ലക്ഷം. അതായത് നാട്ടിലെ 2 കോടി രൂപക്ക് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ജെറ്റ് തന്നെ കിട്ടും ഉപയോഗിക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം. ഇതുപോലത്തെ ജെറ്റൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ദുബായിൻ്റെ ഹോട്ടലിൻ്റെ മുകളിൽ ഒരു ഫ്ലൈറ്റ് ഇതേപോലെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലത്ത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറഞ്ഞ ഏരിയയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതാണ് ഈ ഫ്ലൈറ്റിൻ്റെ. നമ്മളെ റൺവേ യൂസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഏരിയ മതി ഇറങ്ങാനും പൊന്താനും. അതാണ് ഇതിനുള്ള പ്രത്യേകത. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ലോകം എങ്ങനെ, ഞാൻ ഇടിവിട്ട് എന്ന് പറയാൻ കാരണം
നമ്മൾ കാറ്, ട്രെയിന്, ബസ് ഒക്കെ കണ്ടു. ഇനി എയറിലൂടെയുള്ള സഞ്ചാരമാണ്. ഇതിന് റൂട്ട് നമ്മളെ ഹൈവേകൾ സെറ്റ് ചെയ്യുന്നില്ലേ, NH-67, NH, അതേപോലെ മെഗാഡ്സ് നമ്മൾ സെറ്റ് ചെയ്യില്ലേ, അതേപോലെ 1200 മീറ്റർ, 1800 മീറ്റർ, 3000 ചില്ലാനം മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയിലാണ് ഇവർ ഇതിനെ നിർത്തുന്നത്. സാധാരണഗതിയിൽ ഫ്ലൈറ്റ്, നോർമൽ നമ്മളെ ഫ്ലൈറ്റുകളൊക്കെ എത്താത്ത രീതിയിലുള്ള ഭാഗങ്ങളിലാണ് ഇതിനെ സർവീസായിട്ട് ഇവർ ഉപയോഗിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇനി കുട്ടികളുടെ ടോയ്സ് ഇതുപോലെ റോബോട്ടിൻ്റെ സംഗതിയിലായി മാറിയിട്ടോ. അപ്പം കണ്ടില്ല നിങ്ങൾ, ഹലോ എന്നൊക്കെ സംസാരിക്കുമ്പോൾ കൈ കാണിക്കും, ഹലോ, അതാ കാലൊക്കെ എടുത്തുവെച്ച് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി ഒരു ജീവിനെ പോലെ കളിക്കുന്നുണ്ടോ, നായ്ക്കുട്ടീനെ പോലെ. അപ്പോൾ ടോയ്സ് മൊത്തം ഇനി ഇതേപോലെയാണ് കേട്ടോ വരിക. നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ ഇങ്ങോട്ടേക്ക് റിപ്ലൈ തരുന്ന രീതിയിലുള്ള ടോയ്സുകളാണ് ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ചൈനക്കാർ തന്നെ ഇവിടെ അതിശയത്തിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ല, കുട്ടികളൊക്കെ ഇത് പുതിയ ടോയിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ കുറേ അപ്ഡേഷൻസ് ചൈനയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വേൾഡ് ഇലക്ട്രോണിക്സ് മാർക്കറ്റിലാണ്. അപ്പോൾ ഇവരെ ടെക്നോളജികൾ വളരുന്നതിനനുസരിച്ച് ഇവിടെയാണ് ഇതിൻ്റെ ഫസ്റ്റ് സെയിൽ നടക്കട്ടോ. ആ സ്ഥലത്താണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ ഇതിൻ്റെയും പറ്റിയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഷോറൂമിലേക്ക് നമ്മൾ പോകാം കേട്ടോ. ഫ്ലൈറ്റിൻ്റെ തന്നെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതാ നമ്മൾ പറയാം കേട്ടോ. എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുക. ഇവർ ഇതേപോലത്തെ സെയിം സാധനം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് വ്യത്യാസമായിട്ട് കാണുന്നത് ഇതാണ് ഫ്ലൈറ്റിൻ്റെ. ഇത് നമ്മളെ ഡ്രോണ് പോലെ ഇവർ ഡമ്മി ഉണ്ടാക്കി വെച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇത് വലിയ ഡ്രോൺ കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഇത് നമുക്ക് ഷൂട്ടിങ്ങിനും അതിനൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ ഡ്രോണുകളാണിത്. ഇത് സേഫ്റ്റി ഡ്രോൺസ് ആണ് കേട്ടോ. ഇനി ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇത് കണ്ടില്ല നിങ്ങൾ, ഇത് റൺവേ കൂടി ഓടിയിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ആണ്. അതിൽ രണ്ടാൾ ഇരുന്ന സാധനം ഇത്ര സിമ്പിളായിട്ട് ഇത് കണ്ടില്ല നിങ്ങൾ. ഇതിൻ്റെ ലീഫ് ഉണ്ട് മുകളിൽ, മറ്റേതിന് മുന്നിലാണ് ഉണ്ടായിരുന്നത്. ഇത് ഹെലികോപ്റ്റർ പോലെ മേലെയാണ് നമുക്ക്. ഇതൊക്കെ നമ്മൾ എയറിൽ സർവീസ് തുടങ്ങാൻ പോവുകയാണ്. പ്രൈവറ്റായിട്ടും ടാക്സി ആയിട്ടൊക്കെ സർവീസ് തുടങ്ങുകയാണ്. ദുബായിൽ തുടങ്ങുമെന്ന് പറഞ്ഞത് സത്യമാണ്. അതിൻ്റെ ഓരോ അപ്ഡേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൂട്ട് തിരിക്കുക എന്നുള്ള പണി മാത്രമേ ഇപ്പോൾ ഇനി ഇതിൻ്റെ ടെക്നോളജി പരമായിട്ടുള്ളൂ. ടെക്നോളജീസും ടെസ്റ്റിങ്ങും എല്ലാം ഇതിൻ്റെ കഴിഞ്ഞ് സക്സസ് ആയ സംഗതിയാണ്. അതുകൊണ്ടാണ് ദുബായിൽ ഇത് ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഇതാ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് ഇവിടെ ഇരിക്കുന്ന ആൾ, ഇത് കൺട്രോള് ഒക്കെ ഇതിലായിരിക്കും കേട്ടോ. ഇത് ഫ്യൂൽ എന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവർ ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അതായത് ആൾക്കാർക്ക് പുറത്തേക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ, നമ്മൾ കടലിലോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരു ഏരിയയിൽ പോകാൻ കണക്കാക്കിയിട്ടുള്ള രീതിയിലാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ പുതിയ ടെക്നോളജികളാണ് ഇപ്പോൾ ചൈനൻ്റെ എല്ലാ രസവും. ചൈനയിൽ ഇങ്ങനെ നിൽക്കുന്നതിനനുസരിച്ച് ഓരോരോ പുതുമകൾ കണ്ട് ഞെട്ടിക്കുത്തിരിക്കുകയാണ് സത്യത്തിൽ. അപ്പോൾ നമ്മൾ ഇടിവെട്ട് വീഡിയോകൾ കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞെട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ ഞെട്ടിക്കൊണ്ട് ഹാപ്പിയിലാണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് നമ്മൾ സർവീസിൽ നിന്ന് നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുമ്പോൾ ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതാ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ബുക്ക് ചെയ്ത 6 മാസം കൊണ്ട് സർവീസ് ഉണ്ട്. ആ സമയമാകുമ്പോഴേക്ക് 2026 ആകുമ്പോഴേക്ക് ഇതിൻ്റെ റൂട്ട് ചൈനയിൽ സെറ്റാക്കിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മളെ നാട്ടിൽ ലേശം ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും ദുബായിൽ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം നമ്മൾ ഈ ഇടിവെട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു, നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടാവും വിചാരിക്കുന്നു, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത ഒരു ഇടിവെട്ട്, ഇതിലും മേലുള്ള ടെക്നോളജി, ഇനി എന്താ ടെക്നോളജി എന്ന് നോക്കി നടക്കുകയാണ് ഞാൻ. അതിൻ്റെ വീഡിയോവുമായിട്ട് അടുത്ത് തന്നെ നമ്മൾ കാണുന്നതായിരിക്കും. അതുവരെ ബായ്.